ക്രിസ്മസ് റിലീസിലെ ആദ്യത്തെ സിനിമ റൈഫിൾ ക്ലബ് എന്നാണ് സിനിമയുടെ പേര്. ഒരു പ്രതീക്ഷയില്ലാതെ പോയി കണ്ട ഒരു പടം ഞാൻ പോയി തിയേറ്ററിൽ കണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. 2 മണിക്കൂർ നല്ലൊരു വൈബ് പടം പ്ലസ് ഒരു അമൽനീര പടം കണ്ട ഒരു ഫീൽ. ആഷി കപൂറിന്റെ ഒരു കിടിലൻ സംവിധാനം, പിന്നെ വിജയരാഘവൻ ചേട്ടന്റെ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരു കിടിലൻ റേഞ്ച് പെർഫോമൻസ് ഇതിൽ കാണാൻ സാധിച്ചു. പിന്നെ വാണി വിശ്വനാഥ് പുള്ളിക്കാരിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് ഈ ഒരു സിനിമയിൽ നടത്തി. മുമ്പ് ഒരു തിരിച്ചുവരവ് നടത്താൻ ശ്രമിച്ചു, പക്ഷെ അത് പാളിപ്പോയി. എന്നാൽ ഈ ഒരു സിനിമയിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് പുള്ളിക്കാരിയുടെ. പിന്നെ അങ്ങനെ സുരഭി ലക്ഷ്മിയുണ്ട്, ദർശനയുണ്ട്, പിന്നെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ, പുള്ളിക്കാരൻ നൈസായിരുന്നു. വിനീത് കുമാർ, ഉണ്ണിമായ, ഹനുമാൻ, യോ മോനെ കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിലും പുള്ളിക്കാരൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു സ്വാഗൊക്കെ കിട്ടില്ല. പിന്നെ അനുരാഗ് കശ്യപ്, മാൻ റോക്ക്, അത് വേറെ ഒരു മുതലായിരുന്നു. 1991 ബാംഗ്ലൂരിൽ തുടങ്ങി വെക്കുന്നതാണ്. ഓവറോൾ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ് റൈഫിൾ ക്ലബ്. ദിലീഷ് പോത്തൻ നൈസ്. പുള്ളിക്കാരുടെ കുറച്ച് കോമഡി ഉണ്ട്, നൈസായിരുന്നു. സുരേഷ് കൃഷ്ണയുടെ കോമഡി നൈസായിരുന്നു. അങ്ങനെ കുറച്ച് കോമഡിയും പിന്നെ ദാറ്റ്സ് ഇറ്റ്. ഒരു സിനിമയുടെ ഒരു ഡയലോഗ് ഞാൻ കട കൊടുക്കുകയാണ്: അടിയില്ല, മൊത്തം വെടി മാത്രം. ദാറ്റ്സ് ഇറ്റ്. നോ സ്റ്റണ്ട്, ഓൺലി ദാറ്റ്സ് ഇറ്റ്. അതാണ് പടം റൈഫിൾ ക്ലബ്. റെക്സ് വിജയന്റെ മ്യൂസിക് എടുത്ത് തന്നെ പറയണം. മ്യൂസിക് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, സ്റ്റൈലിഷ് സാധനം. അടേ എന്തൊരു പറയാണ്ടേ, ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ പടം എന്തോന്നും എടുത്ത് വെച്ചിരിക്കണം. 2 മണിക്കൂർ നമുക്ക് ഒരു മുഷിപ്പില്ലാതെ ഇരുന്ന് കാണാൻ പറ്റി. സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ക്രിസ്മസിലെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ അത് നല്ലൊരു സിനിമയാണോ, സന്തോഷം. അങ്ങനെ ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ ഇന്ന് ഒരുപാട് സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഹിറ്റ് ആവട്ടെ. മാർക്കോ ആണ് ഞാൻ കാത്തിരിക്കുന്നത്. മാർക്കോ ഒരു കിടിലൻ പടമായിരിക്കട്ടെ. സന്തോഷം. കാരണം റൈഫിൾ, മാൻ റോക്കറ്റ്, ആഷി കപൂർ ബ്രോ, നൈസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. പോയി കാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. അവിടെയൊക്കെ IFFK നടക്കണുണ്ട്, സോ കാണാൻ പറ്റിയില്ല. അത് മാത്രമേ ഒരു സങ്കടമായിട്ട് തോന്നിയുള്ളൂ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. ബട്ട് കിടിലൻ പടം, കിടിലൻ സിനിമ, ആരും മിസ്സാക്കരുത്. പോയി കാണണം എന്നേ ഞാൻ പറയണുള്ളൂ. പോയി കാണണം, കണ്ടിരിക്കണം. ഒരു വൈബ് പടം. അപ്പോൾ ഓക്കെ എന്നാൽ.